സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വിമാനത്താവള വികസനത്തിന് വീടും സ്ഥലവും വിട്ടു നൽകുമ്പോൾ അവരാരും കരുതിയിരുന്നില്ല പിന്നീട് അവർക്ക് വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാൻ പ്രയാസം നേരിടേണ്ടി വരുമെന്ന്. അത്തരമൊരവസ്ഥയിലാണ് നെടിയിരുപ്പ് മേഖലയിലെ പലരും. വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മിക്കുന്നവർക്ക് NOC നിർബന്ധമാക്കിയതോടെ വലിയ പ്രയാസമാണ് പരിസരവാസികൾ നേരിടുന്നത്. വിമാനത്താവള വികസനത്തിന് സ്ഥലമേറ്റെടുക്കൽ പ്രശ്നം ഉന്നയിച്ചപ്പോൾ നാട്ടുകാർ പ്രധാനമായും ഉന്നയിച്ചത് ഇടയ്ക്കിടെ സ്ഥലമേറ്റെടുക്കൽ ചൂണ്ടിക്കാട്ടി NOC നൽകാത്ത വിഷയമായിരുന്നു. ഞങ്ങൾ സർക്കാരിന് വേണ്ടി വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുത്തതാണ്. ഇപ്പം ഞങ്ങൾ കോട്ടൈസിലാണ് പാർക്കുന്നത്. ഞങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അതിന് NOC വേണം. വലിയ തരാന്ന് പറയാൻ നല്ല വീട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ നിന്ന് കിട്ടിയെങ്കിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ചെന്ന് ചോദിക്കുമ്പോൾ അറിയാം അടുത്ത് തരും എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾ കോട്ടയത്തിലെ 5-8 മാസമായി. വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്നില്ലെന്നും NOC നൽകുന്നതിന് തടസ്സമില്ലെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി. എന്നാൽ ഇതുവരെ NOC ലഭിക്കാത്ത 100ഓളം അപേക്ഷകരുണ്ടെന്ന് പ്രദേശത്തെ കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ KP ഫിറോസ് പറഞ്ഞു. അവരിൽ ചിലർ വിമാനത്താവള വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവരാണ്. അവരുടെ വീട് പൊളിച്ചു മാറ്റുന്നത് മുന്നിൽ കാണുമ്പോൾ പകരം സമീപ പ്രദേശത്ത് വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത പ്രതിസന്ധിയും നേരിടേണ്ട സാഹചര്യമാണ്. നമ്മളോട് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ NOC ആ വിഷയം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇരകളാണ്. കാരണം ഭൂമി വിട്ടുകൊടുത്തു 6-7 മാസമായിപ്പോൾ ഞാൻ NOCക്ക് അപേക്ഷിച്ചിട്ട്. ഇതുവരെ NOC കിട്ടിയില്ല എന്ന് മാത്രമല്ല, വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ ഭാഗത്ത് വിട്ടുകൊടുത്ത എല്ലാ ആളുകളും വാടക വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഒരു സ്ഥലത്തും NOC കിട്ടുന്നില്ല. അപ്പോൾ അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ ഡൽഹിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾ കളക്ടറെ അടുത്ത് അന്വേഷിക്കുന്നതാണ്. കളക്ടറെ അടുത്തും പോയി അന്വേഷിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് പിന്നെ ഗവൺമെൻറ്റിക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഗവൺമെൻറ്റിൽ നിന്ന് വരണം. അപ്പോൾ ഇത് അവിടെയും ഇവിടെ അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ തട്ടിക്കളിക്കുന്ന അവസ്ഥയാണ്. അടുത്തിടെ എയർപോർട്ട് അതോറിറ്റി NOC നൽകിയ വീടുകൾക്ക് സമീപം സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങിയവരുണ്ട്. അവർക്കും NOC ലഭിച്ചിട്ടില്ല. 400 മീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയത്. അതിൽ വരെ ഒരു NOC ഒരു തരുന്നില്ല. ചെല്ലുമ്പോൾ ഒരു പറയും ഡൽഹിക്ക് കത്തയച്ചാണ്, അല്ലെങ്കിൽ കളക്ടറെടുത്ത് കളക്ടറെടുത്ത് ചെല്ലുമ്പോൾ പറയും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് തരും എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മന്ത്രീൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കളക്ടർക്ക് വിശദീകരണം തേടി 2040 വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് എന്തിനാണ് ഇപ്പം തന്നെ NOCൻ്റെ പ്രശ്നം പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മന്ത്രീൻ്റെ റിപ്പോർട്ട് കണ്ടു. അപ്പോഴും ഞങ്ങളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ മന്ത്രീൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കളക്ടർ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് തേടണമെന്ന് പറഞ്ഞാണ്. ഇന്ന് വരെ അതിൻ്റെ ഒരു ഇതുമില്ല. നിയമസഭയിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും എയർപോർട്ട് ഉപദേശക സമിതി യോഗത്തിലും മറ്റുമായി വിഷയം സജീവ ചർച്ചയാണ്. നടപടി മാത്രമാണ് നീളുന്നത്. എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശമുള്ള സ്ഥലത്തിലൂടെ കടന്നുപോകുന്ന ക്രോസ് റോഡ് റൺവേ വികസനത്തിന്റെ ഭാഗമായി അടച്ചതായി കാണിച്ച് എയർപോർട്ട് അതോറിറ്റി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രയാസം കണക്കിലെടുത്ത് റോഡ് അടച്ചിട്ടില്ലെന്നു മാത്രം. അതിനാൽ തൽക്കാലം ഗതാഗതം തുടരുന്നുണ്ട്. റോഡ് അടച്ച് ഈ ഭാഗം മണ്ണിട്ടുയർത്തിയാലേ റൺവേ വികസനവുമായി മുന്നോട്ടു പോകാനാകൂ. എന്നാൽ പകരം റോഡ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നടപടിക്ക് വേഗം പോരെന്നാണ് ആക്ഷേപം. ഞങ്ങൾ ഇതാണ് ആകെ പെരുവയിലായ പോലെ അയക്കണ്. കുട്ടികളും ഒക്കെ കഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഇടങ്ങാറായി. ഇപ്പം സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ്. NOC കിട്ടിയെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ പറയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്താ പറയാമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റെടുത്ത സ്ഥലത്തിനോട് തൊട്ടടുത്തുള്ള വീട്ടുകാരിൽ പലരും അവരുടെ വീടും ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എയർപോർട്ട് അതോറിറ്റിയുടെ മതിലിനോട് തൊട്ടടുത്ത് താമസിക്കാനുള്ള പ്രയാസങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 8-9 മാസം വാടക ചെറിയ മക്കളാണ്. അവർക്ക് പഠിക്കണം, സ്കൂൾ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊരു വീടെടുത്തുങ്ങാണ്ട് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ NOC തരണ്ടേ? ഞങ്ങൾ നടന്ന് മതിയായി. ഈ 8 മാസമായിട്ട് ഞങ്ങൾക്ക് NOC കിട്ടിയിട്ടില്ല. ഒരു വീട് വെച്ച് അതിലേക്ക് മാറണമെങ്കിൽ NOC വേണ്ടേ? എന്തുകൊണ്ട് അവരത് തരുന്നില്ല? എയർപോർട്ടിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വീടും പകുതി സ്ഥലമാണ് പോയിട്ടുള്ളത്. ബാക്കി പകുതി സ്ഥലം ഇവിടെ ഉണ്ട്. ആ പകുതി സ്ഥലത്ത് വീടെടുക്കാമെന്ന് വെക്കുമ്പോൾ
അതിനുള്ള NOC പോലും തരാൻ ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റിയും സർക്കാരും തയ്യാറല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലം എടുത്താണ്ട് അവിടെ വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ വീടെടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വീടെടുക്കാൻ പറ്റില്ല. ഇവിടെ NOCൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല വഴി പൂർണ്ണമായും നഷ്ടപ്പെട്ട വീട്ടുകാരുമുണ്ട്. പ്രദേശത്തെ അങ്കണവാടിക്കും റോഡ് നഷ്ടമായിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് ആശ്വാസകരമായ ഇടപെടലും നടപടിയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എയർ1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.